ഭഗവാനെ രക്ഷിക്കണേ. ഇവളിങ്ങനെ കണ്ണടച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇനിയിപ്പൊ എനിക്കിട്ട് വല്ല പണിയോ വന്നോ? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരാതെ കാത്തോളണേ. ഇങ്ങേരുടെ ഒടുക്കത്തെ പിശുക്ക് മൂശട്ടെ മാറിക്കിട്ടാൻ നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഭഗവാനെ. എന്റെ ശിവനെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാശ് ചെലവാക്കാനുള്ള വല്ല പ്രാർത്ഥനയാണ് ഇവള് നടത്തുന്നതെങ്കിൽ നീ ഇടത് ചെവി കൂടെ കേട്ട് വലത് ചെവി കൂടെ അങ്ങ് വിട്ടുകളയണം. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. എന്താ രണ്ടാളും ഒരുമിച്ചാണല്ലോ വരവ്? രണ്ടായിട്ട് വരണമായിരുന്നു. അല്ല, എന്താ വിശേഷം? ഒരു വിശേഷം ഉണ്ട് തിരുമേനി. പക്ഷെ ഞങ്ങളുടെ വീട്ടിലല്ല വിശേഷം, ഞങ്ങളുടെ പെങ്ങളുടെ വീട്ടിലാ, അങ്ങ് അമരാവതിയിൽ. അമരാവതിയിലോ? അവിടെ എന്താ? അത് പിന്നെ തിരുമേനി, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം, എന്നിട്ട് വിശദമായിട്ട് തിരുമേനിക്ക് പറഞ്ഞു തരാം. നടക്കേ. ഇങ്ങനൊരു മനുഷ്യൻ. അമരാവതിയിൽ എന്താ ഇപ്പൊ ഒരു വിശേഷം? നിങ്ങൾ എന്തൊക്കെ തോന്നിയാസങ്ങൾ ആ തിരുമേനിയോട് എഴുന്നള്ളിച്ചത്? അതാണോ കാര്യം? എന്നാ ഞാൻ പറഞ്ഞുതരാം. സാവിത്രി അമ്മേ, ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? തനി കാട്ടുപോത്തിന്റെ സ്വഭാവം തന്നെയല്ലേ അവന്? ആ നാടായ നാട്ടിലെ ആണും പെണ്ണും എല്ലാം അവനെ വിളിക്കുന്ന ഇരട്ട പേരെന്തുവാ? ഹിറ്റ്ലർ. അങ്ങനെ തന്നെയാണ്. എനിക്കതൊന്നും അറിയത്തില്ല. എന്നാണ് ഹിറ്റ്ലർ എന്ന് തന്നെയാ വിളിക്കുന്നത്. അതെ, അത് എന്റെ കുഴപ്പം കൊണ്ടാന്നോ? അന്നൊന്ന് നാട്ടുകാരെന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ അങ്ങനെ വിളിക്കണ്ട. വകയിലാണെങ്കിലും നിങ്ങൾ അവന്റെ അമ്മാവനല്ലേ. അങ്ങനെ വകയിലും വഴിയിലൊന്നും കിടന്ന് കിട്ടിയതൊന്നും അല്ല. ഞാനേ അമരാവതിയിലെ പത്മാവതി അമ്മയുടെ എന്തോന്ന് ബ്ലഡ് രക്തബന്ധം എന്നും പറഞ്ഞോണ്ടങ്ങ് നടന്നാ മതി. രക്തബന്ധം. എന്താ സർ? ബർത്ത്ഡേ കേക്ക് എത്തിയോ? ഇല്ല സർ. താനവരെ വിളിച്ചില്ലേ? വിളിച്ചു സർ. അവര് സമയത്തിന് മുൻപ് തന്നെ കേക്ക് എത്തിക്കാമെന്നാ പറഞ്ഞു. എത്തിച്ചാ മതി. ഇല്ലെങ്കിൽ പിന്നെ അവര് നമ്മളെ കൊല വിളിക്കും. താനൊരു കാര്യം ചെയ്യും, മോളിൽ ചെന്ന് ആ പെൺകുട്ടികളെല്ലാരും മേക്കപ്പ് ചെയ്ത് റെഡിയായോ നോക്ക്. ശരി സർ. എടീ, നിനക്കറിയാവോ, അവന്മാരെ 3 എന്റെ കയ്യിലോട്ട് കിട്ടിയപ്പോഴേ ദേ എലിക്കുഞ്ഞിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ മണ്ടത്തരം പറയാതെ മനുഷ്യ. സ്വന്തം പെങ്ങളും ഭർത്താവും അപകടത്തിൽ മരിച്ചപ്പോ അനാഥരായിപ്പോയ ആ 3 കുഞ്ഞുങ്ങളെയും അമരാവതിയിലേക്ക് കൊണ്ടുവന്നതും വളർത്തിയതും പഠിപ്പിച്ചതും അവർക്കെല്ലാം ഓരോ ജീവിതം ഉണ്ടാക്കി കൊടുത്തതും ആ ദേവൻകൃഷ്ണനാ. കാര്യം അവന്മാരൊക്കെ ഇപ്പൊ വലിയ തടിമാടന്മാരായി. പക്ഷേ ശങ്കരൻ മാമ എന്ന് തികച്ചു വിളിക്കത്തില്ല, അറിയാവോ? ആ മൂത്തവനുണ്ടല്ലോ, എന്തുവാ, ശ്രീരാമൻ, അവൻ എന്നെ വലിയ കാര്യമാ. ശ്രീറാം ഹിയർ. സാറായിരുന്നു, സമയത്തിനെത്തില്ലേ? ശരി, ഓക്കെ സർ. ഇല്ല, DK ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. ഇനി പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. രണ്ടാമത്തവന് പൂക്കളോടായിരുന്നു ഇഷ്ടം, മൂന്നാമത്തവന് ആഹാരത്തോടായിരുന്നു ഇഷ്ടം എന്നല്ലേ? സ്മോൾ കണ്ണ, ഉണ്ണിക്കണ്ണ, ഗുരുവായൂരപ്പ, മൈ പ്രയർ നീ കേൾക്കുന്നില്ലേ? മോർണിംഗിൽ മാത്രമല്ലല്ലോ, ഈവനിങ്ങിൽ നിന്നെ ഞാൻ പൂജിക്കുന്നില്ലേ? എന്നിട്ടെന്താ ഉണ്ണിക്കണ്ണ എന്റെ സങ്കടം കാണാത്തത്?
നിന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ഞാൻ എന്റെ മോന് ദേവകൃഷ്ണ എന്ന് പേരിട്ടത്. ടെൽമി, ഇന്ന് അവൻ എല്ലാവർക്കും DK ആണ്. പക്ഷെ കൺട്രി നാട്ടുകാരെ മൊത്തം അവനെ വിളിക്കുന്നത് ഹിറ്റ്ലർ എന്നാണ്. പാവം മൈസൺ, ഇന്ന് എന്റെ സണ്ണിന്റെ ബർത്ത്ഡേ ആണ്. നിന്റെ ബർത്ത്ഡേക്ക് ലോകം മുഴുവൻ ആഘോഷമല്ലേ. ഇത് അത്രയും ബിഗ്, വെരി സ്മോൾ ബർത്ത്ഡേ. അവന്റെ ഇരട്ട പേര് പോകാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? യു ടെൽ. ഭഗവാനെ, എന്റെ DKയുടെ ഭാര്യ മരിച്ചതിന് ശേഷം അവൻ ഒറ്റയ്ക്കായി പോയി. എന്റെ മോന്റെ സ്വഭാവം തന്നെ മാറി. അവനൊന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായി കണ്ണ. ഇനിയെങ്കിലും അവന്റെ മനസ്സ് മാറാൻ നീ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഭാര്യ മരിച്ച എത്രയോ പേര് സെക്കൻഡ് മാരേജ് കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നീ അവനെ ഒന്ന് പെണ്ണ് കെട്ടിച്ചു തരണം. പ്ലീസ് ഹെൽപ്പ് മീ. ഇവിടുത്തെ 3 മരുമക്കളോടും ഞാൻ ഡെഫിനറ്റായിട്ട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഈ ബർത്ത്ഡേക്കെങ്കിലും അവനൊരു വൈഫിനെ ഗിഫ്റ്റ് ചെയ്യണം. പ്രായം കുറവാണെങ്കിലും എന്റെ മോൻ അവരുടെ അമ്മായി അച്ഛന്റെ സ്ഥാനത്തല്ലേ. അപ്പോ ഒരു നല്ല അമ്മായിമ്മയെ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയല്ലേ കണ്ണ. ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്തിരുന്നില്ലേ? അതിനുള്ള മറുപടി നീ ഇതുവരെ പറഞ്ഞു. നീ പറയും വരെ ഞാൻ നിന്റെ ഫിംഗറിൽ കുത്തും. പറയടി, നിന്റെ പേരെന്താ? ചിത്രയല്ലേ? ആണല്ലോ. അപ്പോ DK നിന്റെ ആരാ? പറയടി. നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. DK നിന്റെ ആരാന്ന്? ഞങ്ങളുടെ അമ്മായിയുടെ സ്ഥാനത്താ DK. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നിട്ടാണോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇതുവരെ അതിന് മറുപടി തരാതിരുന്നത്? അമ്മയ്ക്ക് എന്റെ കാര്യം അറിയണ്ടേ? ആഹാ, അത് നീ മറന്നോ? നിന്നെ ഞാൻ പ്ലീസ് അമ്മേ. എടി, DKക്ക് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ നിന്നോടൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? അയ്യോ, അതാണോ കാര്യം? അതൊക്കെ ഞങ്ങൾ എപ്പോഴേ ശരിയാക്കി. സത്യം? എന്റെ മോന് നീ പെണ്ണിനെ കണ്ടുപിടിച്ചോ? എന്നിട്ട് അവളെവിടെ? ഇന്നത്തെ പാർട്ടിക്ക് അവള് വരുവോ? അമ്മ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. ഒരു പെൺകുട്ടിയെ മാത്രല്ല, ഒരു സ്വയം തരത്തിലുള്ള പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അമ്മയുടെ മകൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സെലക്ട് ചെയ്യാം. ആണോടി മോളെ? വെറുതെ ഞാൻ നിന്നെ ഡൗട്ട് അടിച്ചു. എന്നിട്ട് അവളെവിടെ? ഇന്നത്തെ പാർട്ടിക്ക് വന്നിട്ടുണ്ടോ? അവരൊക്കെ കൃത്യസമയത്ത് DKയുടെ മുന്നിൽ എത്തും. എന്നാ നീ അതിന്റെ കാര്യങ്ങൾ നോക്ക്. ഐ ആം ഹാപ്പി. കൃഷ്ണ, എന്റെ വിരളിപ്പോ പോയേനെ. ചിത്രകുഞ്ഞ്, നീയോ? നിനക്കവിടെ ജോലിയൊന്നുമില്ലേ? കുഞ്ഞിനെ ആ പെമ്പിള്ളേർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെയായി. ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കേ. ഞാനിപ്പ വരാവേ. ഈശ്വര, ഇതെല്ലാം കൂടെ വലിച്ചു വാരിയിട്ടേക്കുവാണല്ലോ. അതെ, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? സംഗതി പരസ്യമായ രഹസ്യമാ. നിങ്ങൾ ഈ മുറിയിലെ സാധനങ്ങളൊക്കെ കണ്ടില്ലേ? ഒരു മിനി മ്യൂസിയം പോലെ തന്നെ ഇല്ലേ? എന്നാ കേട്ടോ, ഇതൊന്നും കാശ് കൊടുത്ത ചിത്രക്കുഞ്ഞ് വാങ്ങിച്ചതേ അല്ല. ഇതെല്ലാം അടിച്ചു മാറ്റിയതാ. അതെ, മോഷണം തന്നെയാ. ഈ കൊച്ചിനെ ഒരസുഖമുണ്ട്. അമ്മയുടെ പേന എന്ത് കണ്ടാലും മോഷ്ടിക്കും. എവിടുന്നാണെങ്കിലും അടിച്ചു മാറ്റും. അതാണ് ഐറ്റം.
പറഞ്ഞു ഇവിടെ എന്താ നടക്കാൻ പോന്നേന്ന്. ഡി കെയുടെ പിറന്നാൾ ആഘോഷം അല്ലാതെന്താ? അത് നമ്മളോടൊക്കെ പത്മാവതിയമ്മയും അമരാവതിയിലെ മരുമക്കളും പറയും. പക്ഷേ യഥാർത്ഥ സത്യം അതല്ല. ഡി കെയുടെ സ്വയംവരവാ. അമ്പടി ഭയങ്കരി. ഈ പത്മാവതിയമ്മ ആള് കൊള്ളാലോ. പിന്നെ ഇത് ഡി കെ അറിയാതെയുള്ള ഏർപ്പാടാ. എങ്കിൽ നമുക്കത് കലക്കി കടുവറുത്ത് കയ്യിൽ കൊടുക്കണം. ഡി കെ വരെ സമയായി. നിങ്ങൾ കണ്ടുപിടിച്ച പെൺകുട്ടികളുടെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? മേക്കപ്പ് ഒക്കെ കഴിയാറായി. അവരിൽ ഒരാളെ ഡി കെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഡി കെ വയലന്റ് ആവാതെ അമ്മ നോക്കിക്കോണം. That I do. I will manage. ഇനി ഏത് സമയത്തും അവൻ വരും. എന്തുവാ ഇത്? പൂരപ്പുറമ്പാന്നോ? പണം ഉണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കാരം കാണിക്കാൻ കൊള്ളാം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങള്? ഇനിയിപ്പോ ശരിക്കും ഇത് പറഞ്ഞാള് തന്നെയാണോ? അതോ ഇനിയിപ്പോ അവന്റെ രണ്ടാം കെട്ടുമല്ലോ എന്നോ? അങ്ങനെ വല്ലതും ആണെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. ശങ്കരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇത്രയും വലിയൊരു ഉത്സവം നടന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. ഇടീ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ 2 ദിവസത്തിന് മുമ്പേ വന്ന് നിന്ന് ഇതൊക്കെ നടത്തി തരത്തില്ലേ പറയാതിരുന്നത് അല്ലേ നാത്തൂനെ? നിന്നോട് ചോദിച്ചോടി. ഞാനിപ്പോ വരാം. അതെ, ദേ ശങ്കരേട്ടൻ എത്തി. ഇനി എല്ലാം ശങ്കരേട്ടൻ നോക്കിക്കോളും. എന്നാലും എന്റെ പെങ്ങളെ, നീയും കൂടെ ചേർന്ന് എന്നോട് ഇത് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ ശങ്കരേട്ടാ, എല്ലാം അവനറിയാതെയുള്ള കുട്ടികളുടെ പ്ലാനാ. അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഇവിടെ കാണാനും ഉണ്ട്. പിന്നെ പെങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിറന്നാളല്ലാതെ വേറെ എന്തെങ്കിലും ഗൂഢാലോചന പിന്നിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ എന്റെ വാർഡിന് പോകും. ഒന്നുമില്ല ശങ്കരേട്ടാ, ഒക്കെ ഏട്ടന്റെ തോന്നല. അമ്മായി, അമ്മവ സുഖല്ലേ? മോളെ, അമ്മായി അമ്മാവിനെ അകത്ത് കൊണ്ടുപോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. ചെല്ലു ശങ്കരേട്ടാ, ചെല്ലു. വാ അമ്മാവ, രണ്ടാളും അകത്തേക്ക് വാ. എന്റെ കൃഷ്ണ, ശങ്കരേട്ടന്റെ നാവിന്ന് വികട സരസ്വതി ഒന്നും വീഴ്ത്തരുത്. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാന്നേ? പിന്നല്ലാതെ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ പെൺകുട്ടി. ഇവര് മനഃപൂർവ്വം ശങ്കരേട്ടനെ അറിയിക്കാത്തതാ. വരുന്നുണ്ട്. ജ്യൂസ് വേണ്ട, മതി എന്റെ സ്വീകരണം. നിനക്കൊക്കെ നാണമെന്ന് പറഞ്ഞ സാധനം ഉണ്ടോടി പെണ്ണെ? അമ്മാവ, കൊമ്മാവൻ, എനിക്കെല്ലാം മനസ്സിലായി. അമ്മാവൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടുകൂടി, അതെന്റെ അവകാശമാണ്. ഈ വീട്ടിൽ എന്തോ നടക്കാൻ പോണേ? ആ ഹിറ്റ്ലറിന് രണ്ടാം കിട്ടും. നിങ്ങളും ഭർത്താക്കന്മാരും കൂടെ സമാധാനമായിട്ട് താമസിക്കുന്നതിനിടയ്ക്ക് അവനും കൂടെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മുന്നിലല്ലേ അവന്റെ മധുവിധ നടക്കാൻ പോകുന്നത്? ഇതിൽ പേരെ ഒരു നാണക്കേട് വേറെ ഉണ്ടോ? ശരിയാ ശങ്കരേട്ടാ, കേൾക്കുന്നവരും കാണുന്നവരൊക്കെ അയ്യേന്ന് പറയും. എന്തൊരു നാണക്കേടാ. നിർത്ത്. ആരും ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. നിങ്ങൾക്ക് എത്ര വയസ്സായി? 50 അതോ 55? ഈ വരുന്ന ചിങ്ങത്തിൽ 50. എന്നിട്ടും നിങ്ങളുടെ നെറ്റിയില് ഇപ്പോഴും ഈ സുമംഗലിയുടെ സിന്ദൂരം എന്തിനാ? സ്വന്തം ഭർത്താവ് നന്നായിരിക്കാൻ അല്ലേ? ഈ നിൽക്കുന്ന അമ്മാവന് ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് കൊല്ലം 2 ഓർമ്മയുണ്ടോ അമ്മാവന്? എന്റെ ഓർമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ കാണിച്ചതിന് ആദ്യം സമാധാനം പറയണം. നീയല്ല, എന്റെ പെങ്ങള് പറയണം. പറയിപ്പിക്കും ഞാൻ. മതി, നിർത്ത്. ഡി കെക്ക് എത്ര വയസ്സായെന്നറിയോ നിങ്ങൾക്ക്? ഇത്രയും പ്രായമുള്ള നിങ്ങൾക്ക് ഭാര്യയുമൊത്ത് ജീവിക്കാം.
40 വയസ്സുള്ള ഭാര്യ മരിച്ച DKക്ക് ഒരു പുനർവിവാഹം കഴിച്ചുകൂടാ? എന്തുകൊണ്ടാ അങ്ങനെ? അസൂയയും കുശുമ്പും കൊണ്ട് ആരും അമരാവതിയിൽ നിൽക്കണമെന്നില്ല. നിങ്ങൾ ആരൊക്കെ എതിർത്താലും DKക്ക് ചേരുന്ന ഒരു നല്ല പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിക്കും. ഈ അമരാവതിയുടെ അന്തസ്സിനും DKയുടെ മനസ്സിനും ഇണങ്ങിയ ഒരു പെൺകുട്ടി തന്നെ ഈ വീടിന്റെ പടികടന്നു വരും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്ക് തന്നാ മതി. ഒന്ന് ക്ഷമിക്കണം ഫിറോസ് സാറേ. സമയം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. മാഡം, നിങ്ങൾ പറയുന്ന കേക്ക് വളരെ സ്പെഷ്യലാ. ഈ അടുത്ത കാലത്ത് ഒത്തിരി വൈറലായ കേക്കാത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കേക്ക് തന്നെ ഓർഡർ ചെയ്ത്. എപ്പോ കിട്ടുമത്? കേക്ക് ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കേക്കുമായി അവളുടെ ചേച്ചിയാണ് സാധാരണ വരാറ്. സാർ, ഇവർക്കുള്ള കേക്കുമായി ഇതേ പെൺകുട്ടി എത്തി. ചേട്ടാ, ആ കുട്ടിയുടെ പേരെന്താ? ജ്യോതിർമയി. ഞങ്ങൾ ജ്യോതി എന്ന് വിളിക്കും. അയ്യോ, ജ്യോതി വീണല്ലോ. നീ എന്ത് പണിയാ കാണിച്ചേ? എന്റെ കിറ്റി പോയി. ഇനി ഞാൻ എങ്ങനെ എന്റെ കിറ്റി പിടിക്കും? ചേച്ചി വിഷമിക്കണ്ട, കിറ്റിയെ ഞാൻ പിടിച്ചുതരാം. നീയോ? നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല വെച്ചേ. അയ്യോ, എന്റെ കിറ്റി. വെറുതെ അതിന്റെ പിന്നാലെ പോയി ഇനിയും വീഴണ്ട. കിറ്റി ഇല്ലാതെ ചെന്ന അങ്ങനെ എന്നെ ഡിവോഴ്സ് ചെയ്യും, ഉറപ്പാ. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? ഓ മൈ ഗോഡ്. അയ്യോ ചേച്ചി കരയണ്ട, കിറ്റിയെ ഞാൻ ഇപ്പൊ പിടിച്ചുതരാം. ചേച്ചി ഇവിടെ തന്നെ നിന്നാ മതി. പറ്റാത്ത പണിക്ക് പോവല്ലേ കൊച്ചേ. ആ പട്ടിയുടെ പിന്നാലെ ഓടാൻ നിന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ മെനക്കെടണ്ട. അയ്യോ, എവിടെ ചേട്ടനാ കൈ നീട്ടിക്കേ. എന്തിന്? തരാൻ. ഇതെന്താ ഇത്? ചേട്ടനെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ പേസ്റ്റ് എല്ലാം ഈ ട്യൂബിനകത്ത് തിരിച്ചാക്കും. ചേച്ചിയുടെ കിറ്റി എങ്ങോട്ടാ പോയത്? ദേ അങ്ങോട്ടാ. കിറ്റി, കിറ്റി, കിറ്റി നിക്ക. കിറ്റി, കിറ്റി നിക്ക. കിറ്റി മാറി നിക്കണം.
എല്ലാം നശിപ്പിച്ചു. ആഹാ, ഇതിങ്ങനെ വലിച്ചു കേട്ടരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ അപ്പാപ്പ. അയ്യോ കിറ്റി കിറ്റി. എന്നോടാ നിന്റെ കളി.